ദൈവമേ, നീ എവിടെയാണ്? എൻ്റെ വേദന നീ കാണുന്നില്ലേ? ഞാൻ നേരിടുന്നത് നീ കാണുന്നില്ലേ? നീ അത് കണ്ടിരുന്നെങ്കിൽ അത് ഇങ്ങനെ സംഭവിക്കാൻ നീ അനുവദിക്കില്ലായിരുന്നു. ഇങ്ങനെയല്ല, ഇത്രയുമല്ല. ഇത് ന്യായമല്ല. ഞാനിങ്ങനെ വേദനിക്കരുത്. ഞാനിങ്ങനെ കരയരുത്. ഞാനിങ്ങനെ കഷ്ടപ്പെടരുത്. ഞാൻ ഇത്ര നിരുത്സാഹപ്പെടരുത്. ദൈവമേ, നീ എവിടെയാണ്? നീ എവിടെയാണ്? ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിചിതമായി തോന്നുന്നില്ലേ? ആവർത്തന പുസ്തകം 31:6 പറയുന്നു, ശക്തനും ധൈര്യശാലിയുമായിരിക്കുക. അവനെ ഭയപ്പെടുകയോ വിറയ്ക്കുകയോ ചെയ്യരുത്. കാരണം നിങ്ങളുടെ ദൈവമായ യഹോവയാണ് നിങ്ങളോടൊപ്പം പോകുന്നത്. അവൻ നിങ്ങളെ പരാജയപ്പെടുത്തുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അങ്ങനെ ഒരിക്കലും ചിന്തിക്കുന്നില്ലെന്ന് അഭിനയിക്കുവാൻ കഴിയുമെങ്കിലും ജീവിതത്തിൽ ദൈവം പ്രകടമായി ഇല്ലെന്ന് തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ട്. ദൈവത്തെ കണ്ടെത്താനാകാത്ത അവസ്ഥ. ഭക്തനായ ഇയ്യോബ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ വടക്കോട്ട് നോക്കി, എനിക്ക് അവനെ കണ്ടെത്താനായില്ല. ഞാൻ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കി, ഞാൻ തിരഞ്ഞുകൊണ്ടിരുന്നു, പക്ഷേ എനിക്ക് അവനെ കണ്ടെത്താനായില്ല. ദൈവം ഇല്ലെന്നോ? നിങ്ങൾ കാണുന്നത് അവൻ കാണുന്നില്ലെന്നോ? നിങ്ങൾക്ക് തോന്നുന്നത് അവൻ അനുഭവിക്കുന്നില്ലെന്നോ ഉള്ള തോന്നൽ നിരാശാജനകവും നമ്മെ പ്രകോപിപ്പിക്കുന്നത് പോലും ആയിരിക്കും. അത് നമ്മളെയെല്ലാം ചിലപ്പോഴൊക്കെ ദേഷ്യം പിടിപ്പിക്കാറില്ലേ? യേശു പോലും ഒരിക്കൽ എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് നിലവിളിച്ചു. നിങ്ങൾക്കത് വിശ്വസിക്കുവാൻ കഴിയുമോ? ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ, പിതാവിനോട് വളരെ അടുപ്പമുള്ളവൻ, ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നി. ഗെത്സെമനയിലെ പൂന്തോട്ടത്തിൽ യേശു തൻ്റെ ഹൃദയം ദൈവത്തിന് മുന്നിൽ പകർന്നു. ഇനി അത് കൈകാര്യം ചെയ്യാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞു. എന്നിട്ടും ആ ബലഹീന നിമിഷത്തിൽ അവൻ പറഞ്ഞു, പക്ഷേ എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ആരോ നിങ്ങളുടെ ആത്മാവിൽ ഒരു ബ്രേക്ക് ഇട്ടതുപോലെ ജീവിതത്തിൽ തോന്നുന്ന നിമിഷങ്ങളുണ്ട്. നിങ്ങൾ പാനിക് ബട്ടൺ അമർത്തി നിരാശയിൽ വീഴുന്നു. നിങ്ങൾ ഇനി സുവിശേഷം പാടുന്നില്ല, പകരം ദുഃഖം പാടുന്നു. സന്തോഷത്തെ മറികടക്കുന്നു. ആഘോഷം വിദൂരമായി തോന്നുന്നു. എനിക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയും. ആ നിമിഷങ്ങളിൽ നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം. വികാരങ്ങളോ സാഹചര്യങ്ങളോ പരിഗണിക്കാതെ ദൈവം ആരാണെന്ന് നാം ഓർമ്മിക്കണം. എഫേസ്യർ 6:10 പറയുന്നു, അവസാനമായി കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. സേവനത്തിന് ശക്തിപ്പെടുവിൻ. കഷ്ടപ്പാടിനെ ശക്തിപ്പെടുവിൻ. യുദ്ധത്തിന് ശക്തിപ്പെടുവിൻ. ആത്മീയ ശക്തിയും ധൈര്യവും കൊണ്ട് ശക്തരാകുവിൻ. കാരണം ഇവ യുദ്ധത്തിന് മാത്രമല്ല, ദൈനംദിന ജീവിതത്തിനും ആവശ്യമാണ്. ഒരിക്കലും നമ്മുടെ ശക്തി മാത്രം പോരാ. അതുകൊണ്ടാണ് നാം ദൈവത്തിൻ്റെ സർവ്വപര്യാപ്തതയിൽ, അവൻ്റെ സർവ്വശക്തിയിൽ ആശ്രയിക്കേണ്ടത്. അതുകൊണ്ട് ജീവിതം നിങ്ങളെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ, നിങ്ങൾ ദൈവത്തെ തിരയുമ്പോൾ, എന്നാൽ അവനെ കണ്ടെത്താൻ കഴിയാത്തപ്പോൾ, നിങ്ങൾക്ക് അറിയാവുന്നതിലേക്ക്, അതായത് ദൈവത്തിൻ്റെ ശക്തിയിലേക്ക് പിൻവാങ്ങുക. അങ്ങനെയെങ്കിൽ ദൈവം ആരാണ്? അവൻ നിത്യനാണ്, അൺലിമിറ്റഡ് ബൈ ടൈം ഓർ സ്പേസ്. അതുകൊണ്ടാണ് നമ്മൾ അവനെ ആൽഫയും ഒമേഗയും എന്ന് വിളിക്കുന്നത്. അവൻ തുടക്കം മുതൽ സകലത്തിൻ്റെയും അവസാനം അറിയുന്നു. അവൻ സ്രഷ്ടാവാണ്. അതുകൊണ്ടാണ് നമ്മൾ അവനെ സർവശക്തനായ ദൈവം, എല്ലാം ചെയ്യാൻ കഴിയുന്നവൻ എന്ന് വിളിക്കുന്നത്. ഓർക്കുക, അവൻ ചോദ്യം ചോദിക്കുന്നു, എനിക്ക് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അവന് നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയില്ലെന്ന് നിങ്ങളെ ചിന്തിപ്പിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ശക്തി ഏത് പ്രതിസന്ധിയേക്കാളും വലുതാണ്. വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ നിങ്ങളെ നിലനിർത്തുന്നത് ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവാണ്. പ്രതിസന്ധിയിൽ ദൈവത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് വീക്ഷണം അർത്ഥമാക്കുന്നത് പ്രതിസന്ധി നിങ്ങളെ നിയന്ത്രിക്കുകയും വിഴുങ്ങുകയും ചെയ്യും എന്നാണ്. എന്നാൽ പ്രതിസന്ധിയിൽ ദൈവത്തെക്കുറിച്ചുള്ള ഉയർന്ന വീക്ഷണം നിങ്ങൾക്കുണ്ടാകുമ്പോൾ പ്രതിസന്ധിക്ക് നിങ്ങളുടെ മേൽ അന്തിമ വാക്ക് ഉണ്ടാകില്ല എന്നാണ് അർത്ഥം. സൃഷ്ടിയിൽ ആശ്രയിക്കരുത്. സ്രഷ്ടാവിൽ നിന്ന് നിങ്ങളുടെ ശക്തി നേടുക. സ്വന്തം ശക്തി അപര്യാപ്തമാണെന്ന് ദാവീദ് അറിഞ്ഞതിനാൽ കർത്താവിൽ തന്നെ ശക്തിപ്പെടുത്തി. ബൈബിൾ പറയുന്നത് പോലെ, എൻ്റെ ശക്തി നിങ്ങളുടെ ബലഹീനതയിൽ പൂർണ്ണത പ്രാപിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. നമ്മൾ ഏറ്റവും ദുർബലനാണ് എന്ന് തോന്നുമ്പോൾ, നമ്മുടെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെടുന്നു. സോ സ്റ്റോപ്പ് പ്രിറ്റൻഡിങ് ടു ബി സൂപ്പർമാൻ. ബലഹീനതയുടെ ആ നിമിഷങ്ങളിൽ ദൈവം ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ ഓർമ്മിക്കുക, അവൻ യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്നതിലും കൂടുതൽ സന്നിഹിതനാണ്. യെശയ്യാവ് 41:10-13 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, അതേ, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ നിന്റെ വലങ്കൈ പിടിച്ചു നിന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കാര്യങ്ങൾ തെറ്റുമ്പോൾ വിഷമിക്കരുതെന്ന് ബൈബിൾ നമുക്ക് ഉറപ്പു നൽകുന്നു. നിർഭാഗ്യവശാൽ നമ്മളിൽ പലരും ആശ്വാസത്തിനായി മറ്റ് കാര്യങ്ങളിലേക്കാണ് തിരിയുന്നത്. ബില്ലുകൾ കുന്നുകൂടുമ്പോഴോ,
പണത്തിൻ്റെ കുറവ് ഉണ്ടാകുമ്പോഴോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പരിഹാരങ്ങൾക്കായി തിരക്ക് കൂട്ടുകയാണ്. ചിലർ ദൈവത്തിലേക്ക് തിരിയുന്നതിന് പകരം മയക്കുമരുന്നിലേക്കോ മദ്യത്തിലേക്കോ മറ്റ് വിനാശകരമായ ശീലങ്ങളിലേക്കോ തിരിയുന്നു. എന്നിട്ടും യേശു പറയുന്നു, ക്ഷീണിതരും ഭാരമുള്ളവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകും. ആളുകൾ നിങ്ങളെ നിരാശപ്പെടുത്തുമ്പോഴും യേശുവിൻ്റെ വാഗ്ദാനം സത്യമായി തുടരുന്നു, ഞാൻ നിങ്ങളെ ഒരിക്കലും കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സംഘർഷങ്ങൾ നേരിടുകയാണെങ്കിൽ ഉപദേശത്തിനായി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കോ ഗൂഗിളിലേക്കോ തിരക്ക് കൂട്ടരുത്. ദൈവത്തിൽ നിന്ന് ശക്തി നേടാൻ ഓർമ്മിക്കുക. നിങ്ങൾക്ക് ഏകാന്തതയോ നിരാശയോ തോന്നുമ്പോൾ പോലും പ്രാർത്ഥിക്കുകയും അവൻ്റെ വചനം പഠിക്കുകയും ചെയ്യുക. ചിലർ ആശ്വാസത്തിനായി അമിതമായി ഭക്ഷണം കഴിക്കുന്നു. മറ്റുള്ളവർ അതിനെ നേരിടുവാൻ സമ്മർദ്ദം ചെലുത്തുന്നു. പക്ഷേ ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, കാരണം ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. അതായത് നിങ്ങളുടെ ഏറ്റവും പ്രയാസകരമായ നിമിഷങ്ങളിൽ അവൻ അവിടെയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സീസണിലും അവനെ വിശ്വസിക്കുക. അപ്പോൾ പ്രയാസകരമായ സമയങ്ങളിൽ നിങ്ങൾ എങ്ങനെ ശക്തനായി തുടരും? ആദ്യം പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ നന്നായി നടക്കാത്തപ്പോൾ ദൈവത്തോട് സംസാരിക്കുക. ബി ഹോണസ്റ്റ് അബൌട്ട് ഹൗ യു ഫീൽ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ അനുവദിക്കുകയും ചെയ്യുക. രണ്ടാമതായി, സന്തോഷിക്കുക. ഫിലിപ്പിയർ 4:4 പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. വീണ്ടും ഞാൻ പറയുന്നു, സന്തോഷിക്കുവിൻ. എന്ത് സംഭവിച്ചാലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മുഖത്തു നിന്ന് കണ്ണുനീർ ഒഴുകുമ്പോൾ പോലും നിങ്ങളുടെ സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. മൂന്നാമതായി, ദൈവത്തിനായി കാത്തിരിക്കുക. ക്ഷമയോടെ ഇരിക്കുക. ദൈവത്തിൻ്റെ ഉത്തരങ്ങൾ എല്ലായ്പ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലോ നമ്മുടെ സമയക്രമത്തിലോ വരത്തില്ല. പക്ഷേ അവൻ ഉത്തരം നൽകും. കാത്തിരിപ്പ് നിഷ്ക്രിയമല്ല. പ്രാർത്ഥന, പഠനം, ധ്യാനം എന്നിവയിലൂടെ നിങ്ങളുടെ ജീവിതത്തെ ദൈവവുമായി സജീവമായി ഇഴചേർക്കുക എന്നതാണ്. നിങ്ങൾ വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ തോന്നുന്നുവെന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങൾ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ദൈവവുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശക്തി ആവശ്യമാണ്. നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. ദൈവം നിങ്ങളുടെ ആന്തരിക ശക്തിയാണ്, ഉള്ളിൽ നിന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുന്നവൻ. ഇന്ന് തന്നെ അവനിൽ ആശ്രയിക്കുക. അവനിൽ വിശ്വസിക്കാൻ ബോധപൂർവമായ തീരുമാനമെടുക്കുക. അവൻ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കില്ല. അവൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടാത്തപ്പോഴും അവൻ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഉപേക്ഷിക്കപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നിയ ഓരോ തവണയും ഓർക്കുക, ഈ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അവന് ശരിയായ സമയം അറിയാമായിരുന്നു. അതിനാൽ ഇത് ഓർക്കുക, ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല. അവൻ എപ്പോഴും ഉണ്ടായിരുന്നു. അവൻ ഒരിക്കലും നിങ്ങളെ വിട്ടുപോയിട്ടില്ല. ഈ വീഡിയോ നിങ്ങളെ ധൈര്യപ്പെടുത്തിയെങ്കിൽ നിശ്ചയമായും ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.